സ്കൂളിൽ പഠിക്കുമ്പോൾ കലാതിലകമായി പിന്നീട് മലയാള സിനിമയിലെ സൂപ്പർ നായികമാരായി വളർന്നു വന്ന നിരവധി താരസുന്ദരിമാരാണ് നമുക്കുള്ളത്. മഞ്ജു വാര്യർ, കാവ്യ മാധവൻ, നവ്യ നായർ എന്നു തുടങ്ങി മുൻനിര നടിമാർ എല്ലാം തന്നെ ഇങ്ങനെ സിനിമാ ലോകത്തേക്ക് വന്നവരാണ്. അവരെയൊക്കെ വേണ്ട തരത്തിലുള്ള പ്രോത്സാഹനങ്ങളൊക്കെയും നൽകിയാണ് നമ്മുടെ നാട് ഉയർത്തിക്കൊണ്ടുവന്നതും. എന്നാൽ അതിൽ ചുരുക്കം ചിലർ ഒഴിച്ചാൽ മിക്ക നടിമാരും നല്ല രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് നമുക്ക് തിരിച്ചു നൽകുന്നതും. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ അടുത്തു നടന്നൊരു സംഭവം. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നടിമാർക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചത്. എന്നാൽ ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിവാദമായി തന്നെ മാറിയിരിക്കുകയാണ്. എന്നാൽ ഇതിനെതിരെ പല നടിമാരും രംഗത്തെത്തിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ശോഭനയുടെയും ആശാ ശരത്തിന്റെയും സ്നേഹ ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവരുടെയും വാക്കുകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സ്വാഗതഗാനം ഒരുക്കാൻ പ്രമുഖയായ നടി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നാണ് മന്ത്രി ആരോപിച്ചത്. വന്ന വഴി മറക്കരുതെന്നും കുറച്ച് സിനിമയും കാശുമായപ്പോൾ കേരളത്തോട് ആ നടിക്ക് അഹങ്കാരമാണെന്നുമാണ് ശിവൻകുട്ടി പറഞ്ഞത്. എന്നാൽ ഇത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. പിന്നാലെ പ്രമുഖരായ നടിമാരും പ്രതികരണവുമായി എത്തി. അതിലൊന്നായിരുന്നു നടി ആശാ ശരത്തിന്റെ പ്രതികരണം. സിനിമ ടെലിവിഷൻ താരം സ്നേഹ ശ്രീകുമാർ അടക്കമുള്ള താരങ്ങളാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോഴും പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ആശാ ശരത്താണ് സ്കൂൾ കലോത്സവത്തിന് നൃത്തരൂപം ഒരുക്കിയത്. ഇതിനെക്കുറിച്ചാണ് നടി ഒരു പ്രമുഖ ചാനലിൽ പ്രതികരണവുമായി തന്റെ അനുഭവം പങ്കുവച്ചത്. കഴിഞ്ഞ തവണ കുട്ടികളുടെ കൂടെ റിഹേഴ്സൽ നടത്തി പെർഫോം ചെയ്തിരുന്നു. ദുബായിൽ നിന്ന് സ്വയം ടിക്കറ്റ് എടുത്ത് 1 രൂപ പോലും പ്രതിഫലം മേടിക്കാതെയാണ് താനെന്ന് പെർഫോം ചെയ്തത്. കലാകാരന്മാരുടെയും കലാകാരികളുടെയും സ്വപ്നവേദി തന്നെയാണ് കലോത്സവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ താൻ അതിൽ പൂർണ്ണ സന്തോഷത്തോടെയും മനസ്സോടെയുമാണ് യാതൊരു പ്രതിഫലവും കൈപ്പറ്റാതെ പുതിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നൃത്തം ചിട്ടപ്പെടുത്തിയത്. ഒരിക്കലും അതിൽ 1 രൂപ പ്രതിഫലം താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഇങ്ങനെയൊക്കെ പറയുന്നത് തനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണെന്നും നടി കൂട്ടിച്ചേർത്തു. ഒത്തിരിയേറെ സന്തോഷത്തോടെയായിരുന്നു അന്ന് താൻ ഇവിടെ എത്തിയതും നൃത്തങ്ങൾ ചിട്ടപ്പെടുത്തിയതും. പുതുതലമുറയ്ക്കൊപ്പം പ്രവർത്തിക്കുക എന്നത് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. പ്രതിഫലം ചോദിച്ചത് ആരാണെന്നോ എന്താണ് സംഭവിച്ചതെന്നോ എനിക്കറിയില്ല. എന്നാൽ സ്കൂൾ കലോത്സവത്തിലേക്കുള്ള ക്ഷണം ഞാൻ സ്വീകരിച്ചത് സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണെന്നാണ് നടി പറയുന്നത്. അതിന് പണം വേണ്ട എന്ന് ഞാൻ സ്വയം തീരുമാനിച്ചെടുത്തതാണ്. എന്തെങ്കിലും ഡിമാൻഡുകൾ ഉണ്ടോ എന്ന് അവർ ചോദിച്ചപ്പോൾ പോലും ഒന്നുമില്ലെന്ന് ഞാൻ സ്വയം വന്ന് ചെയ്തോളാമെന്നും പറഞ്ഞിരുന്നു. പ്രതിഫലം വാങ്ങിക്കുക എന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യവും കാഴ്ചപ്പാടുകളുമാണ്. കലോത്സവങ്ങളില്ലാതെ സർക്കാരിന്റെ മറ്റു പരിപാടികളിലൊക്കെ തന്നെയും പെർഫോം ചെയ്യുമ്പോൾ കലാകാരന്മാർക്ക് കൃത്യമായ വേതനം തന്നു തന്നെയാണ് അവർ ക്ഷണിക്കുന്നത്. ഇതായിരുന്നു ആശാ ശരത്തിന്റെ മറുപടി. എന്നാൽ ഇതേ വിഷയത്തെക്കുറിച്ച് നടി സ്നേഹയുടെ പ്രതികരണം ഇങ്ങനെയാണ്. സിനിമാ നടി തന്നെ വേണമെന്ന് എന്താ ഇത്ര നിർബന്ധം? നൃത്തകലയിൽ പ്രഗത്ഭരായ എത്രയോ കലാകാരികൾ വേറെയുണ്ട്. യുവജനോത്സവം വഴി തന്നെ വന്ന് നൃത്തത്തിൽ മുഴുവൻ സമയം നിന്ന് കഴിവ് തെളിയിച്ചവർ ഉണ്ടല്ലോ. അവരെയൊന്നും വേണ്ടാത്തത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ നർത്തകർക്ക് അവസരങ്ങൾ കൊടുത്ത് മോശമില്ലാത്തൊരു ശമ്പളം അവർക്ക് കൊടുക്കാൻ സർക്കാർ തീരുമാനിക്കണം. ഇതാണ് സ്നേഹ പറഞ്ഞ മറുപടി. സ്നേഹയുടെ ഈ പ്രതികരണത്തെയും കാഴ്ചപ്പാടിനെയും പ്രശംസിച്ചാണ് ഇവരുടെ ആരാധകർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അവതരണ ഗാനത്തിനൊപ്പമുള്ള നൃത്തം ചിട്ടപ്പെടുത്താൻ നടി 5 ലക്ഷം രൂപ ചോദിച്ചതിനെതിരെയാണ് മന്ത്രി ഇത്രയും വിമർശനങ്ങൾ ഉന്നയിച്ചത്. കലോത്സവത്തിലൂടെ വളർന്നു വന്ന ഈ നടി പണത്തിനോടുള്ള ആർത്തി കാണിച്ചെന്നും മന്ത്രി കുറ്റപ്പെടുത്തുകയായിരുന്നു. പിന്നാലെ വി ശിവൻകുട്ടിക്കെതിരെ വ്യാപക വിമർശനം തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആകമാനം കടന്നെത്തിയത്. ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം ചോദിച്ചതിൽ എന്ത് തെറ്റെന്നാണ് ഇപ്പോൾ ഉയർന്നു വന്ന ചോദ്യങ്ങൾ അത്രയും. സിനിമാ രംഗത്തെ തിരക്കുകൾ കുറിച്ച് നൃത്ത മേഖലയിലേക്ക് ശ്രദ്ധ കൊടുത്ത നിരവധി നടിമാരുണ്ട്. എന്നാൽ അതിൽ എടുത്തു പറയേണ്ട ഒരു പേര് ശോഭനയുടെ തന്നെയാണ്. നർത്തകി എന്ന് കേൾക്കുമ്പോൾ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആദ്യം കടന്നെത്തുകയും ശോഭന തന്നെയാണ്. എന്നാൽ അതേസമയം മന്ത്രി വിമർശിച്ച നടി ഇവരല്ലെന്നും വ്യക്തമാണ്. കലോത്സവങ്ങളുടെ ഉയർന്നു വന്ന നർത്തകിയോ നടിയോ അല്ല ശോഭന. നൃത്ത പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്ന ശോഭന അന്താരാഷ്ട്ര വേദികളിൽ നിരവധി ഡാൻസ് ഷോകൾ ചെയ്തിട്ടുണ്ട്. ചെന്നൈയിൽ നിരവധി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുമുണ്ട്. നൃത്തത്തിൽ തന്റേതായ പരീക്ഷണങ്ങൾ നടത്തുന്ന ആൾ തന്നെയാണ് ശോഭന. അതേസമയം നൃത്തം പഠിക്കുമ്പോൾ പഴയ സമ്പ്രദായം പിന്തുടരുന്നതാണ് നല്ലതെന്നും ശോഭന അഭിപ്രായപ്പെടാറുണ്ട്. ഇതേക്കുറിച്ച് ഒരിക്കൽ ശോഭന പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഒരാൾ ചുരുങ്ങിയത് 15 വർഷമെങ്കിലും ഡാൻസ് പരിശീലിക്കേണ്ടതുണ്ട്. എന്നാൽ പോലും നല്ലൊരു ഡാൻസർ ആകുമെന്ന് പറയാൻ പറ്റില്ല. ചിലർക്കത് 15 നിന്ന് 20 വരെ പോകാം. എന്നാൽ അത്രത്തോളം പരിശീലിച്ചാലും അവർക്കത് പറ്റുകയില്ലെന്ന് തന്നെ വേണം പറയാൻ. എന്നാൽ അതേസമയം ചിലരുടെ കാര്യങ്ങളിൽ 2 വർഷം പരിശീലിച്ചാലും പെർഫോം ചെയ്യാം. നിങ്ങളുടെ സ്റ്റൈൽ കിട്ടാനും മൂവ്മെന്റിന്റെ ഫിലോസഫി കിട്ടാനും പിഴവുകൾ മനസ്സിലാക്കാനും സമയം വേണമെന്നും ശോഭന ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തെറ്റിപ്പോകാതെ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നൃത്തം. ഒരു സയൻസ് അല്ല, മറിച്ച് അതൊരു കലാരൂപമാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം. അനുഭവവും ഭാഗ്യവും മുതിർന്നവരുടെ അനുഗ്രഹവും വേണം.
നല്ല ഗുരു വേണം. ചുവടുകളുടെ ഫിലോസഫി മനസ്സിലാക്കണം. അതിനാൽ തന്നെ ചുരുങ്ങിയത് 15 വർഷമെങ്കിലും ഒരു ഗുരുവിന് കീഴിൽ പരിശീലനം നേടേണ്ടതുണ്ട്. മെന്റർ ആകാമോ എന്ന് നിരവധി പേർ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. പറ്റില്ല, സമയമില്ലെന്ന് ഞാൻ തീർത്തു പറയും. പഴയ കാലത്ത് ഗുരുവിന്റെ ചുവടുകൾക്കായി ഞങ്ങൾ കാത്തിരിക്കാറുണ്ടായിരുന്നു. മെന്റർ ചെയ്യാമോ, മാസ്റ്റർ ക്ലാസ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നവരോട് ഇത് കുക്കിംഗ് അല്ല, പഠിപ്പിക്കുന്നയാളുമായി ഗുരു ശരിക്കും കണക്ട് ആയില്ലെങ്കിൽ മാസ്റ്റർ ക്ലാസ് കൊണ്ട് കാര്യവുമില്ലെന്നാണ് ഞാൻ പറയാറ്. മുമ്പൊരിക്കൽ നടി കുട്ടി പത്മിനിയുടെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു നടി. 90കളുടെ അവസാനത്തോടെയാണ് സിനിമകൾ കുറച്ചുകൊണ്ട് ശോഭന പൂർണ്ണമായും നൃത്തത്തിലേക്ക് പ്രാധാന്യം നൽകിയത്. അഭിനയ രംഗത്ത് വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ് ശോഭന ഇപ്പോൾ. കൽക്കി എന്ന സിനിമയാണ് ശോഭനയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.